കൊടുത്താൽ കോട്ടയത്തും കിട്ടും. കേരള കോൺഗ്രസിന്റെ തട്ടകമായ കോട്ടയത്ത് മാണി വടിയെടുത്തപ്പോൾ കോൺഗ്രസ് മുള്ളി. സംസ്ഥാനത്തിൽ വടിയെടുക്കുമോ എന്ന് കോൺഗ്രസ് ഭയക്കുന്നുവോ? എല്ലാ കാലവും മൊഴിചൊല്ലിയ പെണ്ണിനെ പോലെ എവിടെയുമില്ലാതെ മാണി ഇരിക്കുമെന്നാണോ കോൺഗ്രസ് കരുതിയത്? ആലപ്പുഴയിലെ വെളിയനാടും കോട്ടയത്തെ മൂന്നിലവിലും കോൺഗ്രസ് നൽകിയ വഞ്ചനയ്ക്ക് പിന്നെ മാണി എവിടെ പോയി പകരം വീട്ടും? മാണിക്ക് കൊടുത്താൽ കോട്ടയത്തും കോൺഗ്രസിന് കിട്ടും എന്നതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ഒപ്പം അരാഷ്ട്രീയ സമൂഹത്തിൽ LDFനെതിരെ ഉയരുന്ന പ്രത്യാഘാതങ്ങളെ നേരിടാൻ LDFും തയ്യാറാകുമോ? LDFന് കരുത്തുണ്ടോ? ഇത്യാദി ചോദ്യങ്ങളാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചർച്ചയിൽ ശ്രീ ഭാസുരേന്ദ്ര ബാബു, സെബാസ്റ്റ്യൻ പോൾ, BRM ഷഫീർ, KJ ദേവസ്യ, ഒപ്പം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി CPIM ജില്ലാ സെക്രട്ടറി സജി ചെറിയാനും നമ്മോടൊപ്പം ടെലിഫോണിലും ചേരും. തീർച്ചയായും കോട്ടയത്ത് ഇന്ന് നടന്നത് ഒരു പക്ഷേ സംസ്ഥാന തലത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണോ അതോ പ്രാദേശിക തലത്തിലുള്ളത് മാത്രമാണോ? അതിനകത്ത് ഉണ്ടായിരിക്കുന്ന വഞ്ചന എന്താണ്? ഇത്യാദി ആരോപണങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ വിഷയം ചർച്ച ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം കൂടി. തീർച്ചയായും ഇപ്പോൾ നമ്മോടൊപ്പം ആദ്യം തന്നെ CPIMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ സജി ചെറിയാൻ, അരാഷ്ട്രീയമായ സമൂഹത്തിൽ ഒരുപക്ഷെ LDFനെതിരെ പ്രത്യാഘാതമുണ്ടാക്കാവുന്ന തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് കോട്ടയത്തെ ഇന്നത്തെ സംഭവം വേദിയാക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു രാഷ്ട്രീയ മാനം അവിടെ നിൽക്കുന്നു. അതിലേക്ക് പോകുന്നതിന് മുമ്പ് കേരള കോൺഗ്രസിനോട് കാട്ടിയ കൊടും വഞ്ചനയുടെ ആശാന്മാരാണ് UDFും കോൺഗ്രസും എന്ന് ഇന്ന് മാണി പറഞ്ഞു. ഒരുപക്ഷെ അത് നേരിട്ടറിയാവുന്ന ഒരു സംഭവം ആലപ്പുഴ കുട്ടനാട് വെളിയനാട് എന്ന പഞ്ചായത്തിലെ കാര്യമാണ്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ശ്രീ സജി ചെറിയാൻ. ഹലോ. ശ്രീ സജി ചെറിയാൻ കേൾക്കാമെങ്കിൽ. ഇതിനകത്ത് ഒരു പ്രശ്നം ആദ്യം പറയുന്നത്, ഈ ധാർമ്മികത എന്ന പ്രശ്നം പറയാൻ കോൺഗ്രസിന് യാതൊരു അർഹതയില്ല. വെളിയനാട് പഞ്ചായത്തിൽ കോൺഗ്രസിന് 3 പഞ്ചായത്ത് അംഗങ്ങളും കേരള കോൺഗ്രസിന് 3 പഞ്ചായത്ത് അംഗങ്ങളും CPMന് 5 പഞ്ചായത്ത് അംഗങ്ങളും 1 BJP 1 BDJS. കോൺഗ്രസും കേരള കോൺഗ്രസുമായിട്ടുള്ള എഗ്രിമെന്റ് ആദ്യത്തെ 1 വർഷം കോൺഗ്രസിന്, പിന്നത്തെ 2 വർഷം കേരള കോൺഗ്രസ്, അവസാനത്തെ ഓരോ വർഷം കോൺഗ്രസിന് കേരള കോൺഗ്രസ്. ഇതാണ് ധാരണ. അധികാരത്തിൽ വന്നിട്ട് 1 വർഷം കഴിയുമ്പോൾ ഏതാണ്ട് രാജിവെച്ച് ധാർമ്മികത പാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്തെന്താ? അവിടെയുള്ള BJPയും BDJSനെയും കൂട്ടുപിടിച്ചു. എന്നിട്ട് എടുത്ത തീരുമാനം ലംഘിച്ചു. 7 മാസം തുടർന്നു. 7ാമത്തെ മാസം BJPയും BDJSും കോൺഗ്രസിന്റെ 3 പേരും കൂടി ഭരണം തുടരുന്ന ഘട്ടത്തിൽ കേരള കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണോ അതല്ല അവരോട് കാണിച്ച വഞ്ചനയുടെ ഭാഗമാണോ എന്താണോ അവർ തീരുമാനിച്ചത് അത് സംബന്ധിച്ച് CPMനെ സമീപിച്ചു. ഈ കാര്യത്തിൽ പ്രാദേശികമായ പ്രശ്നം എന്ന നിലയിൽ ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ചു. ഞങ്ങളുടെ മുഖ്യമായ എതിരാളി എന്ന നിലയിൽ കോൺഗ്രസിനെയും BJPയെയും BDJSനെയും ഭരണത്തിൽ നിന്ന് ഒഴിവാക്കുക. അവിടെ അവിശ്വാസം കൊണ്ടുവന്നു. കേരള കോൺഗ്രസ് അവിശ്വാസം കൊണ്ടുവന്നു ഞങ്ങളുടെ സഹായത്തോടെ. ആ കേരള കോൺഗ്രസിന്റെ അവിശ്വാസം ഞങ്ങളുടെ സഹായത്തോട് പാസ്സായി. കാരണം ഞങ്ങൾ ഒരുപാട് 8 പേരായി പാസ്സായി. അതിനുശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങൾ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്കോ മറ്റൊരു സ്ഥാനത്തേക്കോ ഒരു ഡിമാൻഡ് ഉന്നയിച്ചില്ല. ധാർമ്മികത ഉയർത്തിപ്പിടിക്കുകയും രാഷ്ട്രീയമായ വഞ്ചന കാണിക്കുകയും ചെയ്ത കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വ നിലപാടിനെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും കോൺഗ്രസ് നേതൃത്വ നിലപാടിനെതിരായിട്ട് അവിടെ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് നിർദ്ദേശിച്ച ആളിനെ ഞങ്ങൾ പ്രസിഡന്റാക്കി. അപ്പൊ ധാർമ്മികത പറയാൻ യാതൊരു അവകാശമില്ല. കാരണം 7 മാസക്കാലം കേരള കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ധാർമ്മികതയ്ക്ക് യാതൊരു അവകാശമില്ല. പിന്നെ ഇതിനെ ഒരു സംസ്ഥാന പ്രശ്നമാക്കാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കുക. ആ ബോധപൂർവമായ ശ്രമത്തിന് യാതൊരു അർത്ഥമില്ല. ബഹുമാനപ്പെട്ട പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന രാഷ്ട്രീയം വേറെ, പ്രാദേശിക രാഷ്ട്രീയം വേറെ. ഇവിടെ കാണേണ്ട ഒരു പ്രശ്നം, BJPക്ക് ഇതിനകത്ത് നിരാശയുണ്ട്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രസ്താവന ഇന്ന് വന്നല്ലോ. ഇന്നലെ വരെ BJP മാണിയെ പിടിക്കാൻ നടക്കുകയായിരുന്നല്ലോ, മാണി സാറിന്റെ പുറകെ നടക്കുകയായിരുന്നല്ലോ. എത്രയോ പുരോഹിതന്മാരെ അവർ പോയി കണ്ടു.
കേരള കോൺഗ്രസ് മാണി. പക്ഷെ അവരുടെ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാണി ഇന്നലകളിൽ സ്വീകരിച്ച ഏതെങ്കിലും കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു സമയം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. മാണിക്കെതിരെ വന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഞങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ മാണിയുടെ പാർട്ടിയുടെ ഒരു പ്രശ്നത്തിൽ ഒരു രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കാൻ പ്രാദേശികമായ ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് ഞങ്ങൾ അവിടെ കൃത്യമായി പാലിച്ചു. ജനങ്ങൾക്കിടയിൽ നല്ല അംഗീകാരം കിട്ടി. അതിന്റെ ഭാഗമായി ഇത്തരത്തിൽ വഞ്ചന കാണിക്കുന്ന എല്ലാ സ്ഥലത്തും യോജിച്ച ഒരു നീക്കം ചിലപ്പോൾ നടന്നിരിക്കും. ഇതിന്റെ ഭാഗമാണ് കോട്ടയത്ത് സംഭവിച്ചത്. വെളിയനാട് അവർ പണി കൊടുത്തു. സ്വാഭാവികമായിട്ടും കോട്ടയത്ത് തിരിച്ച് വാണിസാർ പണി കൊടുത്തതാണ്. അതിനിപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഒറ്റപ്പെട്ട ഒരു സംഭവത്തെ പർവ്വതീകരിച്ച് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പുതിയ എന്തോ സാഹചര്യം വളർന്നു വരുന്നു എന്നത് ഞങ്ങൾ ചർച്ച ചെയ്യാത്ത ഒരു കാര്യവും ഞങ്ങൾ ആരോടും പറയാത്ത ഒരു കാര്യം ഇപ്പോ ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് ഇവർക്ക് പറ്റിയ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജില്ലയിൽ, ആലപ്പുഴ പോലെ ശ്രീ എ കെ ആന്റണി സാറിന്റെ ജില്ലയിൽ നടന്നിട്ടുള്ള വഞ്ചനയ്ക്ക് പകരം വീട്ടി എന്നത് മാത്രമാണ്. അതിന് ഞങ്ങളുടെ പാർട്ടി, അവിടുത്തെ പാർട്ടി നേതൃത്വം സ്വാഭാവികമായിട്ടും അതിനെ സഹായിച്ചിട്ടുണ്ടാകും. ഞങ്ങളൊരു ഡിമാൻഡ് വെക്കുകയോ ഞങ്ങൾ എന്തെങ്കിലും ഓഫറുകൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടുമില്ല. പക്ഷെ ഭരണരംഗത്ത് കോൺഗ്രസിനെ ഒഴിവാക്കണം. ബഹുമാനപ്പെട്ട വി എൻ വാസവൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭരണരംഗത്ത് കോൺഗ്രസിനെ പൂർണ്ണമായി ഒഴിവാക്കി മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാണെന്ന് മാണി സാറ് പറഞ്ഞ് മുന്നോട്ട് വന്നാൽ അതിനെ പ്രാദേശികമായി സഹായിക്കുന്ന നിലപാട് അതത് പ്രദേശത്തെ പാർട്ടിക്ക് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാം. അതാണ് ഇപ്പൊ സംഭവിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തവും സമഗ്രവുമാണ് സജി ചെറിയാന്റെ വിശദീകരണം. ശ്രീ കോൺഗ്രസ് പ്രതിനിധി BRM ഷഫീർ, താങ്കളിലേക്ക്. അതായത് അടിവരയിടണം, പ്രാദേശികമാണ്, പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ ഫോർമുല മറ്റൊന്നാണ്, ഒന്ന്. രണ്ട്, അവിടെയും BJPയെയും BDJSനെയും മാറ്റി നിർത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് സജി ചെറിയാൻ അടിവരയിടുന്നു. രണ്ട്, മൂന്നാമത്തെ വിഷയം, മാണി കേരളയോട്, മാണി കോൺഗ്രസിനോട് നിങ്ങളാണ്, കോൺഗ്രസ്സാണ് ചതി കാട്ടിയതിൻ്റെ തുടക്കം. അതിന് ഒരുപാട് സംഭവവികാസങ്ങളുണ്ട്, തീർച്ചയായും പറയാം. ശ്രീ ഷഫീർ, ശത്രുപക്ഷത്തുള്ള ഏത് ഭിന്നിപ്പിനെയും വ്യക്തമായി മുതലെടുത്ത് വ്യക്തമായ രാഷ്ട്രീയ വിജയം നേടുക എന്നതാണ് LDFന്റെ ഒരു നയം. അത് പ്രഖ്യാപിതമായ നയമാണ്. അങ്ങനെ അർത്ഥത്തിൽ നോക്കുമ്പോൾ UDFന് കോട്ടയത്ത് ഇന്ന് പ്രഹരം. ഷഫീർ, പിന്നെ ബഹുമാനായ ശ്രീ സജി ചെറിയാൻ ഈ ചർച്ച തുടങ്ങിയതും അവസാനിപ്പിച്ചതും ധാർമ്മികതയെ ഉയർത്തിയാണ്. ധാർമ്മികതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, പിന്നീട് അത് പറഞ്ഞ് പ്രാദേശികമായ ഇഷ്യൂ ആണ്, അത് കോൺഗ്രസിന് മനസ്സിലാവാത്തതാണ്. ബഹുമാനപ്പെട്ട സജി ചെറിയാൻ ഈ പറഞ്ഞത് ഓരോ വാക്കുകളും സഖാവ് VSനുള്ള മറുപടിയാണ്. CPIയുടെ കോട്ടയം DC പ്രസിഡന്റിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മറുപടിയാണ്. ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഞങ്ങൾ വെളിയനാടെന്നല്ല, ഒരു സ്ഥലത്തും കേരള കോൺഗ്രസിനോട് നീതികേട് കാട്ടിയ പാർട്ടിയല്ല, അത് ചരിത്രം പരിശോധിച്ചവർക്കറിയാം. എന്നാൽ കേരള കോൺഗ്രസിൻ്റെ പരിണിതപ്രജ്ഞനായ നേതാവ് ശ്രീ KM മാണി, അദ്ദേഹത്തെ പോലെ ഒരു ചതിയൻ, അദ്ദേഹത്തെ പോലെ കേരള രാഷ്ട്രീയത്തെ പുറകിൽ നിന്ന് കുത്തി വഞ്ചിച്ച യൂദാസിന്റെ ചരിത്രം ഇത് നിങ്ങൾ പറയാൻ നമുക്ക് തോന്നുന്നു ഇത്ര കടുത്ത വാക്കുകൾ ഷഫീർ ഉച്ചരിക്കുമോ എന്നുള്ളതാണ്. ഞാൻ പറയുന്നു, ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് പറയുന്നത്. കേരളത്തിലെ അഭിനവ യൂദാസായി ശ്രീ KM മാണി കേരളത്തിൽ മാറിയതിൻ്റെ ലക്ഷണമാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇപ്പം നിങ്ങൾക്കറിയോ, ഈ എഴുതി തയ്യാറാക്കിയപ്പെട്ട കരാർ ഈ പറയപ്പെടുന്ന ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. അവിടെ വെളിയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ CPMുമായിട്ട് ചേർന്നുകൊണ്ട് കോൺഗ്രസിനെ വഞ്ചിച്ചവരാണ് അവിടുത്തെ കേരള കോൺഗ്രസ്സുകാർ ആലപ്പുഴ ജില്ലയിൽ. ഇത് കോട്ടയത്തും ആവർത്തിച്ചു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ഇതെല്ലാം കാട്ടിക്കൂട്ടിയതിനു ശേഷം വിദേശത്തേക്ക് പോയ ശ്രീ ജോസ് കെ മാണിയാണ് ഈ തന്ത്രങ്ങളുടെ പണിപ്പുരയിൽ പ്രവർത്തിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് പിന്നെന്തിനാ ജൂദാസായി മുദ്ര കുത്തിയത്? നിങ്ങളുടെ KPCC പ്രസിഡന്റ് പറയുന്നു ഇതിനകത്ത് മാണിക്ക് കൈയില്ല, ജോസ് കെ മാണിക്കാണെന്ന്. ഞാൻ പോകരുത്, ഉമ്മറത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നടന്ന അധികാര രാഷ്ട്രീയത്തിന്റെയും അധാർമികതയുടെയും സന്തതിയായിട്ടാണ് ഇന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ CPMുമായി ചേർന്നിരിക്കുന്നത്. മൂന്നിലവ് പഞ്ചായത്തിൽ നടന്നു, ചരൽക്കുന്നിന് ശേഷം നടന്ന മൂന്നിലവ് പഞ്ചായത്തിൽ കോൺഗ്രസ് ധാരണ തെറ്റിച്ചു. അവിടെ കേരള കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് പാലം വലിച്ചു. ഇനിയുമുണ്ട് കഥ ഇനിയും നീണ്ടു കിടക്കുകയാണ്. അകലകുന്നത്ത്, അയർകുന്നത്ത്, അതായത് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായ പുതുപ്പള്ളിയിൽ പെടുന്ന സ്ഥലം, അവിടെ അടക്കം കേരള കോൺഗ്രസിനെ ചതിച്ചോ? സജി ചെറിയാൻ പറഞ്ഞത് ആലപ്പുഴ കുട്ടനാട് വെളിയനാടാണെങ്കിൽ അതിന്റെ പരമ്പര നീളുന്നു. നിങ്ങൾക്കാകാമെങ്കിൽ എന്തുകൊണ്ട് മാണിക്കായിക്കൂടാ? പറയൂ. പുതുപ്പള്ളി മണ്ഡലത്തിൽ അയർകുന്നത്തും അകലക്കുന്നത്തും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ പഞ്ചായത്തിന്റെ സ്ഥാനത്തിരുന്നത്, പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് കോൺഗ്രസ്സാ.
വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് കേരള കോൺഗ്രസ്. ഇന്ന് ആ സ്ഥലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയെ തള്ളി മാറ്റിക്കൊണ്ട് CPI-യുമായിട്ട് ചേർന്നുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന നിങ്ങൾ വൈസ് പ്രസിഡന്റിനെ തോൽപ്പിച്ചു. അവിടെ തിരിച്ചടിയാണ് ഇവിടെ ഉണ്ടായത്. അങ്ങനെയല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണ്ട. നിങ്ങൾ പുതുപ്പള്ളിയിലെ ആളുകളെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കണ്ട. അവിടെങ്കിലെല്ലാം ധാരണകൾ മാറ്റി വെച്ചുകൊണ്ട് CPI-യുമായിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ചേർന്നവർ കേരള കോൺഗ്രസ് മാണിയ. പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്തുള്ള സന്തോഷം എന്നറിയോ? കോട്ടയം ജില്ലയിൽ ഇന്ന് ലഡു വിതരണം നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് വീര്യമുള്ളവർ അവിടെ ശക്തമായിട്ട് തന്നെ ഈ KM മാണിയുടെ പുറത്തു പോകൽ അഥവാ LDF-ഉമായിട്ട് ചേർന്നുകൊണ്ട് പോയതിനെ ശക്തമായി ന്യായീകരിക്കുക. കാരണം എന്താ, കഴിഞ്ഞ എത്രയോ കാലമായി ഒരർഹതയും ഇല്ലാതിരുന്നിട്ടും വല്ലാതെ ഞങ്ങളെ തള്ളി ചുവരോട് ചേർത്തിട്ടും ഞങ്ങൾ ചുമന്നുകൊണ്ട് നടന്നവർ, അവർക്ക് എതിരായി നിലകൊള്ളാനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വീര്യം ഇന്ന് കോട്ടയം ജില്ലയിൽ കണ്ടിട്ടുണ്ട്. ജോഷി ഫിലിപ്പിന്റെ വാക്കുകൾ അത് കാണും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്തായാലും ധാർമ്മികതയെ കുറിച്ച് പറഞ്ഞല്ലോ, സഖാവ് VS അന്ന് പറഞ്ഞതുപോലെ ഈ നരകത്തിൽ കിടക്കുന്ന ചാകാത്ത പുഴുവും കെടാത്ത തീയും ആഷിഖ് അബുവിന്റെ 500 രൂപയും പിന്നെ കോടതിയുടെ സീസറും ഒക്കെ വീണ്ടും ചർച്ചയാവുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ നോട്ടടി യന്ത്രത്തിന്റെ പേരിൽ UDF-ൽ ആരോപിക്കപ്പെടുകയും അത് KPC കൊണ്ടുവച്ചോ മാണിസാറിന്റെ വീട്ടിൽ കൊണ്ടുവച്ചോ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ കൊണ്ടുവച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുകയും കേരളം മുഴുവൻ നോട്ട് യന്ത്രത്തിന്റെ പേരിൽ കലാപം ഉണ്ടാക്കുകയും ചെയ്തവർ മാണിസാറെ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന പ്രതിബദ്ധതയുണ്ടല്ലോ, അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അന്ന് ഉമ്മൻചാണ്ടിയുടെ നിലപാട് എന്തായിരുന്നു? ബജറ്റ് കച്ചവടം ചെയ്തു എന്നതിന്റെ ആരോപണം ശക്തമായി നിൽക്കുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടിയുടെ നിലപാട് എന്തായിരുന്നു? കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? ഞങ്ങളുടെ നിലപാട് എന്താ? ഞങ്ങൾ അന്നും കേരള കോൺഗ്രസ് നേതാവ് ശ്രീ KJ ദേവസ്യ താങ്കളെ ലൈവിൽ പ്രതീക്ഷിച്ചതാണ് തൽക്കാലം ഫോണിൽ. ശ്രീ KJ ദേവസ്യ, അതായത് ഒരു മിനിറ്റ്സ് ആണ് എടുത്തു കാണിക്കുന്നത്. നിങ്ങൾ പറയുന്നു അത് മിനിറ്റ്സ് ആണെന്ന്, കോൺഗ്രസ് പറയുന്നു കരാറാണെന്ന്. കോട്ടയത്ത് ഇന്ന് നടന്ന കാര്യങ്ങൾ ഒക്കെയും അത്തരത്തിലൊരു വലിയ ചതിയാണ് എന്ന് നിങ്ങൾ കോൺഗ്രസ് പറയുന്നു. അല്ല, ചതിയുടെ ആശാന്മാർ കോൺഗ്രസ് ആണ് എന്ന് തിരിച്ചടിച്ചു മാണിസാറും. എന്താണ് ഇന്ന് കോട്ടയത്തിന്റെ വസ്തുത? പറയൂ, കോൺഗ്രസിന് മറുപടി നൽകൂ. മൂന്നിലാവില് കോൺഗ്രസ് എന്താണ് ചെയ്തത് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. മൂന്നിലാവില് CPM-യുമായി ചേർന്നുകൊണ്ടല്ലേ അവർ കേരള കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റിനെ മറിച്ചിട്ടത്. അവിടെ ഇപ്പൊ ആരാണ് വൈസ് പ്രസിഡന്റ്? ധാർമ്മികതയെ കുറിച്ച് ശ്രദ്ധിക്കൂ. ഏറ്റവും കൂടുതൽ ജീർണത ബാധിച്ച പാർട്ടിയാണ് ഇന്ന് കോൺഗ്രസ്. ഇത്രയധികം ജീർണത ബാധിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നില്ല. നേരത്തെ സംസാരിച്ച സ്നേഹിതൻ പറഞ്ഞല്ലോ, അവർ വളരെയധികം പ്രയാസം സഹിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസുമായി ഒരുമിച്ച് പോകുന്നത്. എന്താ ഇത്ര നിർബന്ധം? ഞങ്ങൾ കേരള കോൺഗ്രസ് മുന്നണിയിൽ ചേരണമെന്ന് അപേക്ഷ നൽകിയിട്ടില്ലല്ലോ. എന്തിനാണ് ഇങ്ങനെ ഓരോ ദിവസവും ഇവർ ആവർത്തിച്ച് ഞങ്ങളെ ക്ഷണിക്കുന്നത്? കോട്ടയം ജില്ലയിൽ പാർട്ടി വളരെയധികം ക്ഷീണിച്ചു പോയിരിക്കുന്നു എന്നല്ലേ PT തോമസ് പറഞ്ഞത്, ജോസഫ് ആരക്കം പറഞ്ഞത്, MM ജേക്കബ് പറഞ്ഞത്? എന്തിനാണ് പിന്നെ ഞങ്ങളുടെ പിറകെ നടക്കുന്നത്? ഞങ്ങൾക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഉൾക്കാഴ്ചയുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കോട്ടയം ജില്ലയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരന്തരമായി ഞങ്ങളെ കാലുവാരി, ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച്, ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ 6 മെമ്പർമാരുള്ള ജില്ലാ പഞ്ചായത്തിൽ ഒരു പാർട്ടിക്ക് ഇത്രയധികം മുറിവേൽക്കുന്ന സന്ദർഭം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ജില്ലാ തലത്തിലുള്ള ഒരു തീരുമാനം എന്ന നിലയിലാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അതിലൊരു പക്ഷേ കോൺഗ്രസുകാർക്ക് വേദനയുണ്ടാവും. തിരിച്ച് മറ്റ് പല സ്ഥലങ്ങളിലും ഇതുപോലെ നീതികേട് കാണിച്ചപ്പോൾ ശരി ശ്രീ KJ ദേവസ്യ, അത് ശരി. 3 ലെവൽ നടന്നതിന്റെ തുടർച്ചയാണ് ഇവിടെ. നേരത്തെ ആലപ്പുഴയിലെ CPI-എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും പറഞ്ഞു, BDJs-ഉം BJP-യും ഒക്കെയായി ചേർന്ന് കോൺഗ്രസ് ചതിക്കാൻ മുതിർന്നു കേരള കോൺഗ്രസിനെ. അവിടെയും ഞങ്ങൾ മറ്റൊരു പ്രാദേശിക മതേതര കൂട്ടായ്മ എന്ന നിലയിൽ പിന്തുണച്ചു കേരള കോൺഗ്രസിനെ. അവിടെയും കുട്ടനാട് വെളിയനാടും അത്തരത്തിലൊരു ചതി കേരള കോൺഗ്രസ് നേരിട്ടുവെന്ന് അതൊക്കെ നമ്മൾ പറഞ്ഞു വരികയാണ്. ഇവിടെ ജോഷി ഫിലിപ്പ് പോയ ഘട്ടത്തിൽ ഒരു കരാർ നിങ്ങൾ വെച്ചിരുന്നു അത്രേ. ആ കരാറിന്റെ ലംഘനമാണ് നടത്തിയതെന്ന്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് ഷഫീർ ഇവിടെ ഇരുന്നു കൊണ്ട് മുതിർന്ന മാണിയെ ചതിയനെന്നും ജൂദാസ് എന്നും വിളിച്ചത്. മറുപടി ഉണ്ടോ രാഷ്ട്രീയമായി കേരള കോൺഗ്രസ്? തീർച്ചയായിട്ടും ആ പേരും ആ തൊപ്പിയും എല്ലാം അവർക്കണിയാൻ ചേർന്നതാണ്. ആ പറഞ്ഞ സ്നേഹിതനോട് പറയുക, അവരുടെ നേതാക്കന്മാർ എന്താ പാമോലിൻ കേസ് ഓർമ്മയില്ലേ? പാമോലിൻ കേസ് കരുണാകരൻ ഇന്നും ആ കേസിൽ കുടുങ്ങിക്കിടക്കുന്നതിന്റെ കാരണം ആ ബഹുമാനപ്പെട്ട സ്നേഹിതനോട് പറ, ചതി, വഞ്ചന, കുതിയാൽകെട്ട് ഇതൊക്കെ ആരാണ് ഈ കാലം അത്രയും കേരളത്തിൽ പരീക്ഷിച്ചിട്ടുള്ളത്?
ഇത്രയധികം ജീർണത ബാധിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലുണ്ടോ? എന്താ നിങ്ങളുടെ ആ പാർട്ടിയുടെ നേതാവെന്ന് എന്താ പറഞ്ഞത്? യൂദാസ്. അല്ല, ഒന്ന് ഇടപെട്ടോട്ടെ. കെ ജെ ദേവസ്യയുടെ ജില്ലാ പ്രസിഡന്റ് വാക്കുകൾ ഉദ്ധരിച്ചിട്ട് അതിന് മറുപടി പറയേണ്ട കെ ജെ ദേവസ്യയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പി ജെ കോൺഗ്രസ് പ്രതിനിധി ഷഫീറിന്റേതാണ് ചോദ്യം. പി ജെ അഗസ്റ്റിൻ രാജിവെച്ചെന്തിനാ? മോൻസ് ജോസഫ് എന്ന് പാർട്ടിയിൽ ആലോചിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയതിനാ? അങ്ങനെ ഉണ്ടോ ശ്രീ കെ ജെ ദേവസ്യ? കൂടെ ഒരൊറ്റ എം എൽ എ ഉണ്ടാവില്ല. റോഷി അഗസ്റ്റിൻ ഉണ്ടാവോ? പറയട്ടെ ഷഫീറെ, പറയൂ. ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കേരളത്തിലെ പലരും രാജിവെച്ചില്ലയോ എന്നുള്ളതല്ല. നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ഉണ്ണിത്താൻ വിപ്പ് സ്ഥാനം രാജിവെ, വക്താവിന്റെ സ്ഥാനം രാജിവെ. നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് നിങ്ങളുടെ ജില്ലാ അതിനെ സംബന്ധിച്ചല്ലല്ലോ ഇവിടെ ചർച്ച. അതാണ് ചർച്ച. ഇവിടെ ധാർമ്മികത ഉയർത്തി കാണിക്കുന്ന വലിയ കൃത്യതയുള്ള സത്യസന്ധരായ ഒരു പാർട്ടിയുടെ വക്താക്കൾ എന്നതിലാണല്ലോ ഇവർ പറയുന്നത്. ഞങ്ങൾക്കറിയാം കേരളത്തിൽ കഴിഞ്ഞ ദീർഘകാലമായി ഞങ്ങളോട് കാണിച്ച വഞ്ചനയുടെ ദീർഘചരിത്രം. നിങ്ങളോട് എന്ത് ഞങ്ങളോട് എണ്ണി പറയുന്നില്ല. ഏതായാലും കുതികാൽ വെട്ടും വിശ്വാസം എല്ലാം എക്കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്. പാലായിൽ കെ എം മാണിയും ഒക്കെ വിജയിപ്പിച്ചതാണോ ഞങ്ങൾ ചെയ്ത വഞ്ചന? ഞങ്ങളുടെ വിജയിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കൂട്ടായി പരിശ്രമിച്ചിട്ടുണ്ട്. ശ്രീ കെ ജെ ദേവസ്യ, വിഷയത്തെ വിദഗ്ധപൂർവ്വം മാറ്റാനാണ് ഷഫീറിന്റെ ബുദ്ധി. അതിൽ വീഴണ്ട. ഞാൻ ചോദിച്ച ഒരു സംശയം, അതായത് ഈ 14 പേരൊപ്പിട്ട ഒരു കരാർ ഉയർത്തിപ്പിടിച്ച് കാണിച്ചു ഇന്ന് ജോഷി ഫിലിപ്പ് എന്ന കോൺഗ്രസ് നേതാവ്. അത്തരത്തിൽ ഉയർത്തിപ്പിടിച്ച കരാറ് അങ്ങനെയാണെങ്കിൽ കരാർ ലംഘിച്ചത് കേരള കോൺഗ്രസ് ആണെന്നാണ് അവരുടെ വാദം. അത് കരാറായിരുന്നോ 14 പേർ ഒപ്പിട്ടത്? ആ ജോഷി ഫിലിപ്പ് DCC പ്രസിഡന്റ് സ്ഥാനമാകുന്നതിന് വേണ്ടി സ്ഥാനം രാജിവെച്ചതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചു ചേർത്ത DCCയുടെ യോഗത്തിലെ മഹാഭൂരിപക്ഷം പേരും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി യാതൊരു തരത്തിലും സഖ്യം വേണ്ട എന്ന് തീരുമാനിച്ച് അത് അച്ചടിച്ച് പത്രങ്ങളിൽ വന്ന് വാർത്ത ഈ നാട്ടിലെ മുഴുവൻ ആളുകളും വായിച്ചു കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ് അദ്ദേഹം മറന്നുപോകുന്നത്? ഏത് കരാറ്? അത് മിനിറ്റ്സ് ആണെന്ന് കേരള കോൺഗ്രസ് പറയുകയും ചെയ്തു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരു പക്ഷേ ഈ രീതിയിലേക്കുള്ള ഒരു പ്രാദേശികമായ കൂട്ടുകെട്ട് അല്ലെങ്കിൽ പ്രാദേശികമായ നീക്കുപോക്ക് എന്നതാണ്. നമുക്കറിയാം, മലപ്പുറത്ത് 20ലേറെ പഞ്ചായത്താണ് ലീഗ് വിരുദ്ധ മുന്നണിയിൽ CPIM-ഉം കോൺഗ്രസും ഒക്കെ ചേർന്ന് നോക്കുന്നത്. കണ്ണമംഗലം, കുട്ടിലങ്ങാടി, പിന്നെ കൊണ്ടോട്ടി നഗരസഭ ലീഗ് വിരുദ്ധ മുന്നണിയാണ്. അവിടെ CPM-ഉം കോൺഗ്രസും ഒക്കെ ഉണ്ട്. ഇത്തരത്തിൽ പ്രാദേശികതയ്ക്ക് വേറൊരു സ്വഭാവമുണ്ട്. ആ രാഷ്ട്രീയത്തെയും ഫാസിസ്റ്റ് വിരുദ്ധമാക്കുക എന്ന അജണ്ട, അല്ലെങ്കിൽ UDF-ന്റെ ഇടയിൽ പ്രതിപക്ഷത്തിൻ്റെ ഇടയിലുള്ള ഭിന്നിപ്പിനെ ഉപയോഗിക്കുക എന്ന, ഫലപ്രദമായി ഉപയോഗിക്കുക എന്ന LDF-ന്റെ CPIM-ന്റെ പ്രഖ്യാപിതമായ നിലപാട്, ഇതൊക്കെയുണ്ട്. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉയർത്തി LDF-നെതിരെ ചില നൈതിക വിരുദ്ധമായ അരാഷ്ട്രീയമായ നീക്കുപോക്കിന് സാധ്യതയുണ്ട്. ഒരു പക്ഷേ ശ്രീ അച്യുതാനന്ദൻ തന്നെ അതിന് സമാനമായ രീതിയിൽ ഇന്ന് പ്രതികരിച്ചിട്ടുമുണ്ട്. അവിടെ നിന്ന് ആ പക്ഷവും കൂടി നമുക്ക് നോക്കാം ചർച്ചയിൽ. അല്ല, അതിനകത്ത് പ്രാദേശികമായ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ സംസ്ഥാന അടിസ്ഥാനത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ മുന്നണികളുണ്ടല്ലോ, ആ മുന്നണികളുടെ വീക്ഷണത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാറുണ്ട്. ഇതാദ്യമൊന്നുമല്ലല്ലോ. ഇപ്പോൾ തന്നെ താങ്കൾ ഉന്നയിച്ച എത്ര ഉദാഹരണങ്ങളുണ്ട്. സംസ്ഥാന അടിസ്ഥാനത്തിൽ നിൽക്കുന്ന മുന്നണി സങ്കല്പങ്ങൾക്ക് വ്യത്യസ്തമായി പ്രാദേശിക ഭരണ രംഗത്ത് ധാരാളം നീക്കുപോക്കുകൾ ഉണ്ടാകാറുണ്ട്. അത് വളരെ പ്രായോഗിക ആവശ്യങ്ങളെ മുൻനിർത്തിയാണ് കൂടുതലും ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളും LDF ആണെങ്കിലും UDF ആണെങ്കിലും അതിന് ഗൗരവതരമായ ഒരു പരിഗണന നൽകി കാണാറില്ല. പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുമാതിരി BJP-യെ പോലെയുള്ള കക്ഷികൾ, BJP, BJDS, BDJS തുടങ്ങിയ സഖ്യകക്ഷികൾ, അത്തരം കക്ഷികളെ ഒറ്റപ്പെടുത്തുക എന്ന നയം ഇടതുപക്ഷത്തിനുണ്ട്. ആ നയം അത്രമാത്രം ശക്തമായി പ്രാദേശിക തലത്തിൽ കോൺഗ്രസിന് ഇല്ലേം താനും. അങ്ങനെ ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ കോട്ടയത്ത് സംഭവിച്ച ഈ അപകടം, ഇങ്ങനൊരു മാറ്റം, ആ മാറ്റത്തിന് ഇത്ര വലിയ കൊട്ടിഘോഷം എന്തിന്? എന്തുകൊണ്ട് ഇതൊരു വലിയ സംസ്ഥാന പ്രശ്നമായി മാറുന്നതിന് കാരണം മാണി UDF ഇന്നലെ മാണി വിട്ടുപോരുകയും ഒരു സ്വതന്ത്ര നിലപാടെടുക്കുകയും ചെയ്തു. ആ സ്വതന്ത്ര നിലപാടെടുത്തിരുന്ന മാണിയെ UDF അനവരതം തിരിച്ചു വിളിക്കുകയും ഇങ്ങോട്ട് വരൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മാണിയാകട്ടെ അങ്ങോട്ട് പോയില്ല എന്ന് മാത്രമല്ല, മാണിക്ക് പ്രാതിനിധ്യമുള്ള ഒരു പ്രാദേശിക രംഗത്ത്
CPM-മായി കൈകോർക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ മാണിയെ പ്രതീക്ഷിച്ചിരുന്ന UDF-ന് CPM-മായി ബന്ധപ്പെടുന്ന മാണിയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാവുക സ്വാഭാവികമാണ്. അല്ലെങ്കിൽ ഇതൊരു വലിയ ഇഷ്യൂ ഒന്നുമല്ല. ഈ സാഹചര്യവും ഈ പ്രത്യേക പരിസ്ഥിതിയുമാണ് മാണിയെ സംബന്ധിച്ച് ആശങ്കപ്പെടാൻ UDF-നെ നിർബന്ധിതമാക്കുന്ന ഘടകം. ഇത് UDF-ന്റെ പ്രശ്നമാണ്, മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇത് പ്രശ്നമായി മാറുന്നില്ല. തീർച്ചയായും. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അതായത് രാമപുരത്ത് ഒറ്റയ്ക്ക് കരുത്തുള്ളിടത്തൊന്നും കേരള കോൺഗ്രസിനെ കോൺഗ്രസ് അടുപ്പിക്കുന്നില്ല. കോൺഗ്രസിന് കേരള കോൺഗ്രസിനോട് ചതി കാട്ടാം. എന്നും കുന്നും മൊഴിചൊല്ലിയ പെണ്ണിനെ പോലെ, ഇരിക്കുന്ന പെണ്ണിനെ പോലെ അങ്ങനെ പ്രത്യേക ബ്ലോക്കായി എവിടെ പോകാതെയും മാണിയിരിക്കണം. മാണി ജീസസും ബുദ്ധനും ഒന്നും അല്ലല്ലോ. സ്വാഭാവികമായി അവർക്കും രാഷ്ട്രീയമായ തിരിച്ചറിവുകളും തിരിച്ചടികളും നൽകാൻ ശേഷിയുമുണ്ടല്ലോ. എന്തിന് കോൺഗ്രസ് ഇപ്പോൾ ഇത്രയേറെ ഭയപ്പെടുന്നു? KM മാണിയെ ചതിയനെന്ന് പോലും വിളിക്കുന്നതിലേക്ക് കോൺഗ്രസ് പ്രതിനിധി ഉയർന്നിരിക്കുന്നു. ശ്രീ സെബാസ്റ്റ്യൻ പോൾ. അല്ല, ചതിയൻ എന്ന് വിളിച്ചാൽ നമുക്ക് ചന്തു എന്ന പേരെ ഓർമ്മ വരികയുള്ളൂ. പക്ഷെ ഇവിടെ യൂദാസ് എന്ന പേരാണ് വിളിച്ചത്. അതെ, യൂദാസ് എന്ന വിളിയുടെ അർത്ഥം അത് വിളിച്ച ആളേക്കാൾ നന്നായി മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള ആളാണ് അത് കേൾക്കുന്ന, അല്ലെങ്കിൽ KM മാണി. അങ്ങനെ ഗൗരവതരമായ ഒരു ആക്ഷേപം, പരിഹാസം എല്ലാം KM മാണിയെ പോലെ നേതാവിനെതിരെ ഉന്നയിക്കത്തക്ക രീതിയിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെയോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്താണെങ്കിൽ അവിടെ അത് പ്രാദേശികമായി സംഭവിക്കുന്ന ഒരു കാര്യം പലപ്പോഴും സംഭവിക്കാറുമുണ്ട്. പക്ഷെ ഇവിടെ കോൺഗ്രസ് വല്ലാതെ പരിഭ്രാന്തിയിലായിരിക്കുന്നു. UDF വിട്ടുപോയി ഒരു ചേരിയിലും ഇല്ല എന്ന് പ്രഖ്യാപിച്ച് മാറിയിരുന്ന KM മാണി, അദ്ദേഹത്തിൻ്റെ പാർട്ടി, അവരങ്ങോട്ടൊക്കെയോ പോകാൻ ശ്രമിക്കുന്നു. അത് ഒരുപക്ഷെ LDF-ലേക്ക് ആയിരിക്കുമോ എന്നൊക്കെയുള്ള ആ സംശയങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പരിഭ്രാന്തിയാണിത്. കോൺഗ്രസിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ, അവരുടെ PC ചാക്കോ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ഉത്തരവാദിത്തത്തിന് രാജിവെച്ചൊഴിയേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നാളെ എന്ത് എന്ന ചോദ്യം കോൺഗ്രസിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ KM മാണിയെ ഏതെങ്കിലും രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന ഒരു വിശ്വാസം, ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷ പൊടുന്നനെ അസ്ഥാനത്തായപ്പോൾ ഉണ്ടാകുന്ന ഒരു പരിഭ്രാന്തിയുണ്ട്. നാളെ തങ്ങൾ ആർക്കൊപ്പം നിൽക്കും, ആര് സഹായിക്കും? ഇപ്പോൾ പാലായിൽ KM മാണിയെ ജയിപ്പിച്ചെന്നൊക്കെ കോൺഗ്രസ് സുഹൃത്തുക്കളെ പറഞ്ഞു. പക്ഷെ അതിലേക്ക് അവസ്ഥ നമുക്കറിയാം. അതുകൊണ്ട് കോൺഗ്രസ് വല്ലാതെ പരിഭ്രാന്തിയിലായിരിക്കുന്നു. ആ പരിഭ്രാന്തിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കഠിനമായ പദപ്രയോഗങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായിരിക്കുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അത്തരത്തിൽ പ്രാദേശികമായ ഒരു ഭിന്നത അല്ലെങ്കിൽ പ്രാദേശികമായ മറ്റൊരു കൂട്ടുകെട്ട്, അല്ലെങ്കിൽ അത് വേറൊരു പരിപ്രേക്ഷ്യത്തിൽ വിവക്ഷിക്കേണ്ടതാണ്. അതൊക്കെ ശരിയാണ്. ഏറ്റവും ഒടുവിലുള്ള സംസ്ഥാന രാഷ്ട്രീയം നമുക്ക് നോക്കൂ. ഹസൻ പറയുന്നു KM മാണിയെ സ്വീകരിക്കും, നാളെ നടക്കുന്ന UDF യോഗത്തിൽ, അന്ന് പറഞ്ഞതാണ് ഈ കഴിഞ്ഞ ആഴ്ച UDF യോഗത്തിൽ സ്വീകരിക്കുമെന്ന്. അവസാനം കോൺഗ്രസ് സംസാരിക്കും, മാണിയുടെ സ്വീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുമെന്ന്. അവസാനം കോൺഗ്രസിനുള്ളിൽ ജോസഫ് വാഴക്കനടക്കം K മുരളീധരനടക്കം നിരവധി പേർ ഹസനെ കൊന്നൊടുക്കി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വാർത്തകൾ എത്തിയത്. ഒടുവിൽ ഹസൻ പിറ്റേന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന്. ആ പഴയ ബൈറ്റും പുതിയ ബൈറ്റും എടുത്ത് കോക്ടെയിൽ അടക്കമുള്ള ആക്ഷേപഹാസ്യം കൈകാര്യം ചെയ്യുന്ന കോളങ്ങൾ നിറയുകയും ചെയ്തതാണ്. ഇങ്ങനെ നിരന്തരമായ ആക്ഷേപം, നിരന്തരമായ അവഗണന, നിരന്തരമായ ചതി, രാമപുരത്തായിക്കോട്ടെ, മൂന്നിലവിലായിക്കോട്ടെ, കുട്ടനാട് വെളിയനാടായിക്കോട്ടെ, ഇങ്ങനെ ഒരു പരമ്പര മാണിക്കെതിരെ നടക്കുമ്പോൾ മാണിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു കരുത്തുകൂടി അവിടെ ഉണ്ടല്ലോ. LDF എന്നത് മാറ്റി നിർത്തിയാൽ കേരള കോൺഗ്രസിന്റെ ആ സത്ത അതല്ലേ ഇവിടെ ഉണർന്നത്? ശ്രീ സെബാസ്റ്റ്യൻ പോൾ. അതെ, ഹസൻ ഒടുവിൽ ആ തർക്കം പറഞ്ഞ് അവസാനിപ്പിച്ചത് ക്ഷണിക്കാൻ, ഇവിടെ കല്യാണമൊന്നും നടക്കുന്നില്ലല്ലോ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത്രമാത്രം ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. മാണി വരണം എന്നവർ ആഗ്രഹിക്കുന്നു, പക്ഷേ മാണി കോൺഗ്രസിലേക്ക് ചെല്ലും എന്നൊരു സൂചന കാണിക്കുന്നില്ല. അതിനുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിന്നു. പക്ഷേ ഇത് സാധാരണഗതിയിൽ ഒരു പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന അഡ്ജസ്റ്റ്മെന്റ് അത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതിപ്പോൾ ദേശീയ തലത്തിൽ ഇപ്പോൾ BJP-യുമായി ഒരു CPM ഗ്രൂപ്പ് സഖ്യത്തിലായാൽ അതൊക്കെ വലിയ വിഷയമായി മാറും. അതല്ലാതെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ എപ്പോഴും സംഭവിക്കാറുണ്ട്. ഇവിടെയും ആ രീതിയിൽ മാത്രം അത് കാണേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പരിഭ്രാന്തി കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നു. മാണിയുടെ തിരിച്ചുവരവ് അവർ വല്ലാതെ പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി മാണി സജീവമായി രംഗത്തിറങ്ങി.
അതൊക്കെ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമോ പ്രതീക്ഷയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രയോജനപ്പെടില്ല. അത് ആ കോൺഗ്രസ്സുകാരുടെ പ്രതീക്ഷ അസ്ഥാനത്താണ് എന്ന് തെളിയിക്കത്തക്ക രീതിയിലാണ് ഇന്നത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥത അത് സ്വാഭാവികമാണ്. തീർച്ചയായും ആ മോഹഭംഗവും തീർച്ചയായും വരാനിരിക്കുന്ന വലിയ ഭയവും ഒക്കെ തന്നെയാണ് കോൺഗ്രസിനെ ഇത്ര കണ്ട് അസ്വസ്ഥമാക്കിയത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനെ ഇത്ര കണ്ട് അസ്വസ്ഥമാക്കിയെങ്കിൽ അത് LDFന്റെ രാഷ്ട്രീയ പ്രഹരം പ്രതിപക്ഷത്തോടുള്ളത് വിജയിച്ചു എന്നുകൂടി അനുമാനിക്കേണ്ടി വരും. തീർച്ചയായും കേരള കോൺഗ്രസിൽ കോട്ടയത്ത് ഇന്ന് നടന്നതിന് മറ്റു ചില മാനങ്ങൾ കൂടിയുണ്ട്. ജോഷി ഫിലിപ്പിൻ്റെയും ടോമി കല്ലാനി, ലതിക സുഭാഷ്, എ ഗ്രൂപ്പിൻ്റെ ധാർഷ്ട്യം, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൂടി KC ജോസഫിൻ്റെ അടക്കമുള്ള ഇടപെടലുകൾ ചർച്ച ചെയ്യേണ്ടത് കൂടിയുണ്ട്. തീർച്ചയായും ചർച്ച പുരോഗമിക്കുമ്പോൾ ശ്രീ BRM ഷഫീർ, കോൺഗ്രസ് പ്രതിനിധി, അതായത് ഒരു പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ഈ നീക്കത്തിൽ വല്ലാതെ ധാർമ്മികത കാണുന്നവർ ഷഫീറിൻ്റെ തന്നെ വീടിന് അടുത്തുള്ള നെയ്യാറ്റിൻകര എന്ന മണ്ഡലം ഓർക്കണം, ഒപ്പം ശെൽവരാജ് എന്ന വ്യക്തിയെയും ഓർക്കണം. അതൊക്കെ പോകട്ടെ, അത്തരത്തിലുള്ള ചതികളുടെ കാര്യങ്ങളും കഥകളും ഒക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അത് പോകട്ടെ, ഇവിടെ നമുക്ക് കോട്ടയത്തേക്ക് എത്താം. ജോഷി ഫിലിപ്പ് എന്ന DCC പ്രസിഡന്റ് ടോമി കല്ലാനിയെ മാറ്റുന്നു, ലതിക സുഭാഷ് അടക്കമുള്ളവരെ കൊണ്ടുവരണമെന്ന പിടിവാശി രൂപപ്പെടുന്നു. ആ പടലപ്പിണക്കങ്ങൾക്കൊക്കെ അതീതമായി KC ജോസഫ് എന്ന ഉമ്മൻചാണ്ടിയുടെ വലങ്കൈയുടെ പ്രതിനിധിയായി ജോഷി ഫിലിപ്പ് എത്തുന്നു. എ ഗ്രൂപ്പിൻ്റെ ധാർഷ്ട്യം ഈ വിധത്തിൽ പുരോഗമിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുടെ അനുരണനം കൂടി അതിൻ്റെ പശ്ചാത്തലമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഷഫീർ, കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ മനസ്സിലാക്കേണ്ടത് പാലായിലെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയാണ് മെജോറിറ്റി പാർട്ടി. കോൺഗ്രസിന്റെ സഹായമില്ലാതെ ശ്രീ KM മാണി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരിടത്തും ജയിക്കില്ല. ഞാനിത് വെറുതെ ഒരു തർക്കത്തിന് വേണ്ടി പറയല്ല, ഞാൻ സ്റ്റാറ്റിക്സ് ആണ് പറയാൻ പോകുന്നത്. കേരള കോൺഗ്രസ് ഇല്ലാതെ നിങ്ങൾ ജയിക്കുമോ? ഞങ്ങൾ ജയിക്കും. പറഞ്ഞുതരാം. കേക്ക്. ഉദാഹരണത്തിന് കോട്ടയം ജില്ലയിലെ കോട്ടയത്ത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ജില്ലാ സെക്രട്ടറി സജി ഉൾപ്പെടെയുള്ളവർ മത്സരിച്ചു. അരിവാൾ ചുറ്റുന്നത് മത്സരിക്കുമ്പോൾ തിരുവഞ്ചൂർ ജയിക്കുന്നത് 33,632 വോട്ടിനാ. കേരള കോൺഗ്രസ് മാണിയില്ലെങ്കിലും തിരുവഞ്ചൂർ ജയിക്കും. ബഹുമാനായ ശ്രീമാൻ ഉമ്മൻചാണ്ടി, അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 33,000 വോട്ടാണ് ജയിച്ചത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ തരംഗവും ഉണ്ടായിട്ടും 27,092 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ പുതുപ്പള്ളി. എത്ര വോട്ട്? 27,092. മുമ്പുള്ള മണ്ഡലങ്ങൾ അതേ മണ്ഡലത്തിലെ വോട്ടുകൾ നേരത്തെ 33,000 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. ആയിക്കോട്ടെ, അല്ല അത് അതിലൊക്കെ പിടിക്കണ്ട. അപ്പൊ ഉമ്മൻചാണ്ടി സാറിനെ ജയിക്കാൻ കേരള കോൺഗ്രസ് മാണിയുടെ ആവശ്യമില്ല. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ KM മാണി പാലായിൽ നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് കയറി ജയിച്ചത് 4,703 വോട്ടിനാ. കോൺഗ്രസിന്റെ സ്ഥാനം പറയട്ടെ, കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലാതെ ഇത്ര വലിയ പാർട്ടി എന്ന് ഷഫീർ പറഞ്ഞ കോട്ടയത്തെ ഷഫീർ ഇത്ര വലിയ പാർട്ടി എന്ന് നിങ്ങൾ പറഞ്ഞെടുത്ത് മാണിക്ക് അതിജീവിക്കാനാണെങ്കിൽ നിങ്ങൾ മാണിക്കും വേണ്ട. ബഹുമാനായ ശ്രീ KM ഇത് പ്രേക്ഷകരുടെ സംശയം. ബഹുമാനായ ശ്രീ KM മാണി ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ഞങ്ങളുടെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ളവർ റോഡ് ഷോ ഉൾപ്പെടെ നടത്തി മുഴുവൻ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് രംഗത്തിറങ്ങി ജോലി ചെയ്തിട്ടും പാലായിൽ ഇന്നത്തെ സാഹചര്യം അറിയോ? പഴയ പാല അല്ല. പാലായുടെ 3/4 മണ്ഡലവും ശ്രീ മോൻസ് ജോസഫിന്റെ കടുത്തുരുത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇപ്പോഴത്തെ പാല എന്ന് പറഞ്ഞാൽ കടുത്ത പാലയാ. ആ പാലയിൽ 4,703 വോട്ടിനെ ജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കൈപ്പത്തിയുടെ സഹായമില്ലെങ്കിൽ ശ്രീ KM മാണിയുടെ രാഷ്ട്രീയ വാട്ടർലൂ ഇപ്പൊ സംഭവിക്കും. 2, കഴിഞ്ഞ പ്രാവശ്യം ജനതാദളായിരുന്നല്ലോ, ജനതാദൾ എസ് ആയിരുന്നു അവിടെ പാർലമെന്റ് മത്സരിച്ചത്. 1.5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജോസ് കെ മാണി ജയിച്ചു. നിങ്ങൾ എഴുതി വെച്ചോ അജിം ഷാദേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വികാരവും പിന്തുണയും ഇല്ല എങ്കിൽ ജോസ് കെ മാണി അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയില്ല. നിങ്ങൾ ഇടതുപക്ഷം കൂടി, ഇടതുപക്ഷം ഞാൻ മീൻസ് ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ ജലസേന ഉപമന്ത്രിയുണ്ടല്ലോ നമ്മുടെ തിരുവല്ലയിലെ അദ്ദേഹം, മാത്യു ടി തോമസ്, അദ്ദേഹം മത്സരിച്ചിട്ടും സകലമാന സന്നാഹങ്ങളും സഭയും മാർത്തോമ സഭയും ഉൾപ്പെടെ പിന്തുണ കൊടുത്തിട്ട് പോലും 1.5 ലക്ഷം വോട്ടിന് 1.33 വോട്ടിന് ശ്രീ ജോസ് കെ മാണി അവിടെ നിന്ന് കടകയറി. ഞാൻ എഴുതി വെച്ചു തരാം, ശ്രീ KM മാണിയുടെ പാർട്ടി കൂടി അപ്പുറത്ത് പോയാലും ശരി തന്നെ ശ്രീ ജോസ് കെ മാണി ഇന്ത്യൻ പാർലമെന്റിൽ അടുത്ത പ്രാവശ്യം ഉണ്ടാവുകയില്ല. 2, ഇനി വേറൊരു രാഷ്ട്രീയം കൂടെ പറഞ്ഞു തരാം. ശ്രീ മോൻസ് ജോസഫിന് ജയിക്കണമെങ്കിൽ കടുത്തുരുത്തി PC തോമസ്, ഇസ്മായിൽ അടക്കമുള്ളവർ മത്സരിച്ച കാലഘട്ടമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. മോൻസ് ജോസഫിന് ആ രാഷ്ട്രീയം അറിയാം. അതുപോലെ കാഞ്ഞിരപ്പള്ളി ശ്രീ ജയരാജ്
കോൺഗ്രസ് ഇല്ലാതെ ജയിക്കുകയില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ ജയരാജനെയും മോൻസിനെയും ഒക്കെ പിടിച്ച് നിങ്ങൾ പിളർത്താൻ താല്പര്യമുണ്ടോ? അങ്ങനെ നീക്കമുണ്ടോ? അത് പറയൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ശ്രീ KM മാണി പോകുമ്പോൾ ഇതിന്റെ 3/4 പങ്കും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാവില്ല. ഇത് പറയുന്നത് വെറുതെ ടങ്ക് സ്ലിപ്പ് ചെയ്തുകൊണ്ട് ഒരു കോൺഗ്രസിന്റെ ഒരാൾ പറയുന്നതല്ല. ഞാൻ ആധികാരികമായി പറയുന്നു. ഇന്ന് ശ്രീ മോൻസ് ജോസഫിന്റെ പ്രസ്താവന, അവരുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ PJ അഗസ്റ്റിന്റെ രാജി, ശ്രീ PJ ജോസഫിന്റെ മൗനം ഉൾപ്പെടെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നു, അവിടുത്തെ കേരള കോൺഗ്രസ്സുകാരിൽ 90% പേരും കോൺഗ്രസ് വികാരമുള്ളവരും UDF മൈൻഡുള്ളവരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുമായതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ജോസ് കെ മാണി തോറ്റിരിക്കും. KM മാണിയുടെ വാട്ടർലൂ സംഭവിച്ചിരിക്കും. അടുത്ത പ്രാവശ്യം കേരള കോൺഗ്രസ് മാണിയെ ചുമതതിന്റെ പേരിൽ ഇടതുപക്ഷത്തിന്റെ പല മണ്ഡലം താങ്കളുടെ പാൽപിറ്റേഷൻ കൂടിയോ? അതായത് ഇത്തരത്തിൽ ഒരു കണക്ക് നിരത്തി മോൻസിനെയും ജയരാജനെയും അടക്കം പിടിച്ച് വലിയ ഒരു ഒക്കെ പിടിച്ച് വലിയൊരു മുന്നേറ്റത്തിന് കോൺഗ്രസ് അടിത്തട്ടിൽ നീങ്ങുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് ഷഫീറിന്റെ വാക്കുകളിൽ നിന്ന് വീണത്. ഞാൻ പറഞ്ഞില്ല. ഷബീർ സ്വന്തം കാലിന്റെ അടിയിൽ മണ്ണ് പോകാതെ അതിനാവശ്യമായ ക്രമീകരണം മുന്നൊരുക്കം വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യട്ടെ. ആ കർണാടകയിലെ SM കൃഷ്ണയോട് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാമായിരുന്നു. ഓരോ സംസ്ഥാനത്തെ കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. ഓരോ സംസ്ഥാനത്തും നാഗ്പൂരിൽ നിന്നും ട്രൗസറിന്റെ അളവ് കൃത്യമായിട്ട് ഓരോ സംസ്ഥാനത്തേക്ക് ഓരോ നല്ല ട്രൗസർ ഇട്ടിട്ട് ആ ട്രൗസറിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി കേരളത്തിലെ ആളുകൾ തന്നെ ക്യൂ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ മഹാനായ സ്നേഹിതൻ ആരുടെ പാർട്ടിയിൽ നിന്ന് ആരൊക്കെ പോകുമെന്ന് പറയുന്നത്. നോക്കട്ടെ, നിങ്ങളല്ലേ കഴിഞ്ഞ 2 ലക്ഷവും BJP-യുമായിട്ട് കൂട്ടിച്ചേർത്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പുറേ പോകും. 2019 തെരഞ്ഞെടുപ്പ് വരുമ്പോ അങ്ങനെ സംഭവിക്കും. അങ്ങനെയുള്ളതൊന്നുമല്ല ഇന്ന് സംഭവിച്ച കാര്യം. കോട്ടയം ജില്ല പറഞ്ഞു കേട്ടില്ലേ? 2 ലക്ഷവും താമരയുമായി ചേർത്ത് പിടിച്ചവർ നിങ്ങളാണ്. രഹസ്യമായിട്ട് ശ്രീ KM മാണി ഞങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ പോലും അപ്പുറത്തെ വീട്ടിൽ പോയി ചർച്ച ചെയ്യാൻ തയ്യാറായവർ. ഞങ്ങൾ ഒരിടത്തും പോയിട്ടില്ല. SM കൃഷ്ണ പോയെങ്കിൽ അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. നിങ്ങള് കോൺഗ്രസ്സുകാര് രാത്രിയിൽ ഏതാ പാർട്ടി എന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. കോലീബി സഖി ഉണ്ടാക്കിയ ആളുകളായി ന്യായം പറയുന്നത്. നിങ്ങൾ ഇപ്രാവശ്യം ജയിച്ചത് ആരാണെന്ന് 2 ദിവസം കഴിയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു തരും. രാത്രിക്ക് രാമായണം ചർച്ചയ്ക്ക് പോയതിനെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു തരും കേട്ടോ. ദേവസ്യ രാത്രിയിൽ ഞങ്ങൾ പോയിട്ടില്ല. തലമുറട്ടുണ്ട് BJP-കാരനും ആകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരന്റെ കഥ കേരളത്തിലെ ജില്ലകളിലുമുള്ള ആളുകൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ജയിക്കോ? നിങ്ങൾ മാത്രമല്ല പല നിയോജകമണ്ഡലം അഡ്ജസ്റ്റ്മെന്റ്. കഴിഞ്ഞ നിയോജകമണ്ഡലത്തിൽ ഹരിപ്പാട് എത്രയായിരുന്നു BJP-യുടെ വളർച്ച? കഴിഞ്ഞ നിയോജകമണ്ഡലത്തിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ BJP-ആയിട്ട് സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. രഹസ്യധാരണ. ശ്രീ ദേവസ്യ കോൺഗ്രസിനോട് വേണ്ട, അതിന് നിങ്ങൾ വളർന്നിട്ടില്ലത്രേ. ഞാൻ കണക്ക് വെച്ചല്ലേ പറഞ്ഞത്. തിരുവഞ്ചൂരിനെ ജയിക്കാൻ നിങ്ങളുടെ പിന്തുണ വേണ്ട. മോൻസ് ജോസഫിന് ഒറ്റയ്ക്ക് ജയിക്കാൻ നിങ്ങളുടെ പിന്തുണ വേണ്ട. നിങ്ങൾക്കറിയോ, ഇടുക്കിയിൽ എല്ലാ സന്നാഹങ്ങളുമായിട്ട് മത്സരിച്ചു. കോൺഗ്രസ് ഇല്ലെങ്കിൽ റോഷി കയറത്തില്ല. റോഷി നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല. കാഞ്ഞിരപ്പള്ളിയിൽ നിങ്ങൾ ഉണ്ടാവില്ല. ഞാൻ എണ്ണി പറയാം. നിങ്ങൾ ഇന്ത്യ രാജ്യം മുഴുവൻ ഭരിച്ചിരുന്ന നിങ്ങളുടെ നേതാവ് ജയിച്ചത് 4703 വോട്ട് മാത്രമാണ് ഭരിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇന്ന് ഇന്ത്യ രാജ്യത്തെ നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്? കേരളം പോട്ടെ, പണ്ട് കോട്ടം തെച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയാവാൻ പോയത് നിങ്ങളല്ലേ? പണ്ട് കോട്ടം തെച്ചുകൊണ്ടേ 991 പാലം ഭരിച്ചത് നിങ്ങളല്ലേ? ഞങ്ങൾക്ക് അറിയാമായിരുന്നു കൃത്യമായിട്ട്. പാലം ഭരിക്കുന്ന, നിങ്ങൾ കുതികാൽ വെട്ടുന്ന, നിങ്ങൾ എല്ലാ വിശ്വാസവഞ്ചനയും ചെയ്യുന്നവരാണ് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുള്ളത്. നിങ്ങൾ 80-ൽ സഖാവ് നയനാരിനെ ചതിച്ചിട്ട് പുറത്തിറങ്ങിയ ആളുകളല്ലേ? ആവശ്യമായ സമയത്ത് 980-ൽ സഖാവ് VK നയനാരെ ചതിച്ചത് നിങ്ങളല്ലേ? 980-ൽ സഖാവ് VK നയനാരെ ചതിച്ചത് നിങ്ങളല്ലേ? നിങ്ങളല്ലേ ചതിച്ചത്? 91-ൽ ഞങ്ങളുടെ UDF ചതിച്ചിട്ട് പോയത് നിങ്ങളല്ലേ? 64-ൽ CH മുഹമ്മദ് കോയെ ചതിച്ചത് നിങ്ങളല്ലേ? ഞങ്ങളുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ചതിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് CH മുഹമ്മദ് ആന്റണിയാണ്. ഞാൻ പറഞ്ഞു തരാം. അന്നെടുത്ത നിലപാടുകൾ, 80-ൽ ശ്രീ EK നായരുടെ മന്ത്രിസഭയുടെ എടുത്ത നിലപാടുകൾ, 91-ൽ എടുത്ത നിലപാടുകൾ ചർച്ചയ്ക്ക് വെക്ക്. എല്ലാ കാലഘട്ടത്തിലും പിറകിൽ ചതിച്ചവരല്ല നിങ്ങൾ. ബാലകൃഷ്ണപിള്ളയെ ചതിച്ചവരല്ല നിങ്ങൾ. KM ജോർജിനെ ചതിച്ചവരല്ല നിങ്ങൾ. ഈ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് KM ജോർജിനെ ചതിച്ചവരല്ല നിങ്ങൾ. KM ജോർജ് എന്ന് പറയുന്ന ആളിനെയും അദ്ദേഹത്തിന്റെ മകനെയും ചതിച്ചവരല്ല നിങ്ങൾ. TM ജേക്കബിനെ ചതിച്ചവരല്ല നിങ്ങൾ.
നിങ്ങളല്ലേ ബാലകൃഷ്ണപിള്ളയെ ചതിച്ചത്? നിങ്ങളല്ലേ കേരള കോൺഗ്രസിന്റെ അസ്തിത്വത്തിനെ വെറും ഒരു 2 ലൈനിൽ മാത്രമായി ചുരുക്കി കെട്ടിയത്? കേരളത്തിന്റെ ചരിത്രത്തിൽ കെ എം മാണി ചതിച്ചവരുടെ ലിസ്റ്റ് എടുക്കണോ? ഞങ്ങൾ എടുത്തിട്ടില്ല സഹോദര. നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റോട് പോയി പറയും. പ്രവർത്തിക്കുക. നിങ്ങളുടെ പാർട്ടിയുടെ പരാജയം വരുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾ അതിൽ സങ്കടമുള്ളവരായി. ശ്രീ കെ ജെ ദേവസ്യ, ചതിച്ചവരുടെ ശ്രീ കെ ജെ ദേവസ്യ, ദുഃഖിക്കേണ്ട കാര്യമില്ല. ശ്രീ കെ ജെ ദേവസ്യ, 4 അണയുടെ ചട്ടി പൊട്ടിയാലും കാര്യം മനസ്സിലായല്ലോ. ഇപ്പോൾ ഷഫീറിന്റെ ഉള്ളിൽ നിങ്ങളെ കുറിച്ച് ഇരിക്കുന്നത് വ്യക്തമായി. ഇത്തരത്തിൽ ചതിയന്മാരുടെ പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നത് കൂടിയാണ്. പറയൂ, മറുപടി പറയൂ. രാഷ്ട്രീയമായ മറുപടി പോരാ. കെ ജെ ദേവസ്യ, നെയ്യാറിൽ കഴിഞ്ഞ ദിവസം KSUക്കാർ കൂടി CPIയുടെ ചുവപ്പിന് ശരി, CPIക്ക് ഇതൊന്നും അല്ല ജിംഷാദെ. അടുത്ത മറ്റന്നാൾ വിജിലൻസ് കോടതിയിൽ ഇടതുപക്ഷ സർക്കാർ വിജിലൻസ് കോടതിയിൽ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് അഫിഡവിറ്റ് കൊടുക്കണമെന്ന് അന്ത്യശാസനം കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തന്ത്രമല്ലേ ഇത്? ഇന്ത്യ രാജ്യം മുഴുവൻ ഭരിച്ച് ഈ കാലം അത്രയുമായിട്ട് രാജ്യത്തിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇഷ്ടം പോലെ കടന്നു വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുവാൻ മുഴുവൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ഞങ്ങളുടെ ചുമലിൽ ചവിട്ടി, ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ചുമലിൽ ചവിട്ടിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പാർട്ടിയുടെ മുകളിൽ കയറാനായി നോട്ടം. 100 കണക്കിന് LDF പ്രവർത്തകരുടെയും ഇടതുപക്ഷത്തിന്റെ MLA-മാരെയും ചവിട്ടി വധിച്ചുകൊണ്ട് ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ടാണ് നിങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കോൺഗ്രസ്സുകാർ നശിച്ചു പോകും. അന്ന് തന്ന ലഡുവിന്റെ മധുരം ഇതുവരെ നിങ്ങൾ മാറിയിട്ടുണ്ടാവില്ല. ചതിയോ? ഞങ്ങൾ ചതിച്ചോ? വഴിയോരത്ത് വെച്ച് അടിക്കണമെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് ധാർമ്മികത ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പറയണം, ഞങ്ങളെ ചതിച്ച പാർട്ടിയുമായി ഒരു മുന്നണി ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്കിറങ്ങി മത്സരിക്കണമായിരുന്നു. ഞങ്ങളെ കൂടെ നിന്ന് കൈപ്പത്തിയും കൂടെ പിടിച്ചുകൊണ്ട് ജയിച്ചതിന് ശേഷം 6 MLA-മാരുണ്ടായപ്പോൾ നിങ്ങൾ ധാർമ്മികതയെക്കുറിച്ച് പറയുക. എന്ത് ധാർമ്മികതയാണ് നിങ്ങൾക്ക്? പിന്നെ ദിവസവും നിങ്ങൾ UDF-ലേക്ക് വരണം എന്ന് പറഞ്ഞു. നിങ്ങളെ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചല്ലോ. നിങ്ങളെ പുറകെ ക്ഷണിക്കേണ്ടെന്ന് KPSC ഔദ്യോഗികമായി തീരുമാനിച്ചല്ലോ. നിങ്ങൾക്കെന്ത്? പിന്നെ അവർ പോയത് കരാർ ലംഘനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഏത് കരാർ? ഞങ്ങളെ കരാറാണ്, മിനിറ്റ്സ് അല്ല കരാർ. ജോസ് കെ മാണി ഒപ്പിട്ട കരാർ. നിങ്ങളുടെ കരാറുമായിട്ട് അവിടെ ഇരുന്നത് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ കരാറുണ്ട്. നിങ്ങളുടെ കോട്ടയത്ത് ചരൽക്കുന്നിലെ ക്യാമ്പിന്റെ തീരുമാനം എന്തായിരുന്നു? ആ തീരുമാനത്തെ നിങ്ങൾ ലംഘിച്ചില്ലേ? ആ തീരുമാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്റ്റാറ്റസ് കോ തുടരാൻ നഗ്നമായി ലംഘിച്ചില്ലേ? യഥാർത്ഥത്തിൽ നിങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം നിങ്ങളല്ലേ ലംഘിച്ചത്? ആ കോൺഗ്രസിനെ ഞങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ മര്യാദ പഠിപ്പിക്കണം എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനം തന്നെയാണ്. അങ്ങനെ പറയും. പുറത്തു വന്നല്ലോ, കോൺഗ്രസിനെ മര്യാദ പഠിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണെന്ന് പുറത്തു വന്നല്ലോ. തീരുമാനിച്ചു ഈ കോൺഗ്രസിനെ മര്യാദ പഠിപ്പിക്കണമെന്ന് അത് ഞങ്ങളിപ്പോ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏത് നേതാവിന്റെയും സായന്തനങ്ങളിൽ പറ്റുന്ന അപകടവും അബദ്ധവും വാട്ടർലൂവും നിങ്ങൾക്ക് സംഭവിക്കാൻ ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അതായത് രാഷ്ട്രീയമായ മറുപടിക്കപ്പുറത്തേക്ക് വൈകാരികമായ പരിഭവവും പരാതിയുമാണ് അന്ന് ബജറ്റിന്റെ നിമിഷത്തിലെ ലഡുവിന്റെ മധുരമടക്കം കോൺഗ്രസിന് പറയാനുള്ളത്. ഇത് രാഷ്ട്രീയ പാപ്പരത്വമോ അതോ രാഷ്ട്രീയ സമ്പന്നതയോ? അല്ല, ഇത് ഒരു രാഷ്ട്രീയ ചർച്ച പോലുമല്ല. ഇതൊരു വളരെ ഒരു അല്പത്വം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ അത് ഒരു തീർത്തും പ്രാദേശികമായി നടന്ന ഒരു കാര്യത്തിനെ അടിസ്ഥാനമാക്കി മുന്നണിയിലേക്ക് ഇനി കെ എം മാണി തിരിച്ച് എത്തില്ല എന്ന് കോൺഗ്രസ് ഉറപ്പാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ആക്ഷേപിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ ഈ ചർച്ചയിൽ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതുപോലെ കെ എം മാണിയുടെ അസാന്നിധ്യം, കെ എം മാണിയെ ഇനി തിരിച്ച് കിട്ടില്ല എന്ന അവസ്ഥയിൽ കോൺഗ്രസ് വല്ലാത്തൊരു പരിഭ്രാന്തിയിൽ അകപ്പെട്ടിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് അവർക്കത് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഈ ആഘാതവും ഈ നഷ്ടം സൃഷ്ടിക്കുന്ന ആഘാതം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അവർക്ക് പറയേണ്ടി വരും. അത് നമുക്ക് അനുകമ്പയോടെ കേട്ടിരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. നിങ്ങളെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ ഘടകകക്ഷി ചോരാ നിങ്ങൾ നോക്കിയോളി. നിങ്ങൾ ഈ 5 കൊല്ലക്കാലവും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഘടകകക്ഷി കോട്ടയം ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാരുൾപ്പെടെ നിങ്ങൾ ഇന്ന് ചോരാ നിങ്ങൾ നോക്കിയോളി. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ചർച്ച അതിന്റെ 3ാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ NJ പ്രസാദ് എന്ന കോൺഗ്രസ് നേതാവുണ്ട് കോട്ടയത്ത്. അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് ഉണ്ട്. ആ FB പോസ്റ്റിൽ ഉമ്മൻചാണ്ടിയെ അടക്കമാണ് ഇന്ന് കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ അതുകൂടി നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായും ശ്രീ കെ ജെ ദേവസ്യ, ഇത്തരത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ പടലപ്പിണക്കത്തിന്റെ പ്രതിരോധങ്ങൾ ഉയർന്നു കഴിഞ്ഞു.
NJ പ്രസാദ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഉമ്മൻചാണ്ടിക്കും KC ജോസഫിനും തിരുവഞ്ചൂരിനുമെതിരെ പോസ്റ്റ് ഇട്ടു. ഇന്നത്തെ പരാജയത്തിന് കാരണം അവരാണെന്ന്. ഇത്തരത്തിലൊരു ആന്തരിക സംഘർഷം കോൺഗ്രസിനുള്ളിലുമുണ്ട്. അതൊക്കെ കേരള കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാനും ശ്രമിക്കുന്നു കോൺഗ്രസ്. മറുപടി പറയൂ അവസാനമായി ചർച്ചയിൽ. കോൺഗ്രസിനകത്ത് എന്നും ആഭ്യന്തര കലഹം തന്നെയാണല്ലോ ഉള്ളത്. ആ ആഭ്യന്തര കലഹങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. ആഭ്യന്തര കലഹങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് ഇത്രയധികം ഗതികേട് കോൺഗ്രസ് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. ആർക്കും പരസ്പരം വിശ്വാസമില്ല. ഒരു നാഥനില്ലാത്ത കളരിയായി ഏത് തീരുമാനമെടുക്കും അതിനെ വിമർശിക്കും, അതിനെ കാറ്റിൽ പറത്തും. ആ നിലയിൽ പോകുന്നൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഇനിയും അവിടെ എതിർപ്പുകളും പിളർപ്പുകളും ഗ്രൂപ്പുകളും ഒക്കെ വളരെ ശക്തിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പ്രത്യേകമായി അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേകമായി ഇത് സർവ്വസാധാരണമായി ആ പാർട്ടി നടക്കുന്നത്. അങ്ങനെ ഒരു അച്ചടക്കമുള്ള പാർട്ടി അല്ലല്ലോ അത്. തീർച്ചയായും ശ്രീ ഷഫീർ, അതായത് കേരള കോൺഗ്രസിന്റെ മുകളിലേക്ക് മുഴുവൻ പഴിയും ഞാൻ നേരത്തെ പറഞ്ഞു. ലതിക സുഭാഷ്, ടോമി കല്ലാനി അടക്കമുള്ള ഇതിലെ ചില ഗ്രൂപ്പ് പ്രശ്നങ്ങൾ, KC ജോസഫിന്റെ നോമിനിയായി ജോഷി ഫിലിപ്പ് എത്തുന്നത് അവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞത് ചുമ്മാതല്ല. NJ പ്രസാദ് എന്ന മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ, അദ്ദേഹം ദളിത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിക്കും KC ജോസഫിനും തിരുവഞ്ചൂരിനുമെതിരെ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. രഹസ്യമായിട്ടല്ല. പ്രസാദ് എന്ത് പറഞ്ഞു ഞാൻ കണ്ടില്ല അതിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ വല്ലാതെ ഊർജ്ജസ്വലരാണെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. അവിടുത്തെ കോൺഗ്രസ് നേതാവാണ് NJ പ്രസാദ്. കോട്ടയം ജില്ലയുടെ രാഷ്ട്രീയം പറയാം. ബഹുമാനനാണ് ശ്രീ ടോമി കല്ലാനി. എത്രയോ തവണ അദ്ദേഹം ഇതിനു മുമ്പ് മറ്റേതെങ്കിലും ജില്ലയിലായിരുന്നെങ്കിൽ മന്ത്രി വരെ ആവേണ്ട യോഗ്യതയുള്ള ആളാണ്. ശ്രീ ടോമി കല്ലാനിക്ക് ഒരു പ്രാവശ്യം പോലും മത്സരിക്കാൻ പറ്റിയില്ല, കേരള കോൺഗ്രസ്സുകാരനാണ്. അതുപോലെ തന്നെ ജോഷി ഫിലിപ്പ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റും DCC പ്രസിഡന്റുമാണ്. മത്സരിക്കണമെങ്കിൽ മറ്റു ജില്ലയിൽ പോകണം. ഞങ്ങളുടെ DCC പ്രസിഡന്റും വളരെ പരിണിതപ്രജ്ഞനായ നേതാവും ഞങ്ങളുടെ പാർട്ടിയിലെ ഉന്നതനുമായ ശ്രീ ജോസഫ് സാറ്, KC ജോസഫ് സാറ്, അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു മണ്ഡലമില്ലാതെ കണ്ണൂരിലെ ഇരിക്കൂറിൽ പോവേണ്ടി വന്നു. ശ്രീ ലതിക സുഭാഷ് ഒരു മണ്ഡലം കൊടുക്കണമെന്ന് വിചാരിച്ചാൽ കോട്ടയത്ത് നമുക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കുടിയേറ്റ കർഷകരുടെ ഞാൻ പറയട്ടെ, അത് കുഴപ്പമില്ല. അവിടുത്തെ കോട്ടയം ജില്ലയിൽ രാഷ്ട്രീയമായി പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു ജില്ലാ പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ പറ്റാത്ത വണ്ണം ഇടുങ്ങിയ തരത്തിലേക്ക് കാര്യങ്ങൾ കേരള കോൺഗ്രസ് മാണിയെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി പല ഘട്ടങ്ങളിൽ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ സ്വാഭാവികമായ പൊട്ടിത്തെറികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും പറയാം. പ്രസാദ് പറയുന്നു, NJ പ്രസാദ് എന്ന മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം, ഈ കോട്ടയത്തെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം, കോൺഗ്രസ് നേതാവ്, പ്രമുഖനായ നേതാവ്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ സംഭവവികാസങ്ങളുടെ ഒക്കെ കാരണം. ഉമ്മൻചാണ്ടിയും KC ജോസഫും അതിന്റെ മറുപടി പറയൂ ശ്രീ ഷഫീർ. അല്ലെ, NJ പ്രസാദ് അങ്ങനെയൊന്നും പറയണ്ട. ഇന്ന് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് തന്നെ മറുപടി ശ്രീ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു. അധാർമികവും നീതിക്ക് നിരക്കാത്തതുമായ പെരുമാറ്റമാണ് ശ്രീ KM മാണിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് കൃത്യമായിട്ട് പറഞ്ഞതോടുകൂടി തന്നെ ആ പോസ്റ്റ് നിർവീര്യമായി. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഞങ്ങൾക്കിനിയുള്ള ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ ഒരു കോൺഗ്രസ്സുകാരനെ മത്സരിക്കാം, പൂഞ്ഞാറിൽ ഒരു കോൺഗ്രസ്സുകാരനെ മത്സരിക്കാം, അതുപോലെ തന്നെ പാലായിൽ ഒരു കോൺഗ്രസ്സുകാരനെ മത്സരിക്കാം. ഇങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഈ വോട്ട് ബാങ്കുകളെ ശേഖരിച്ചുകൊണ്ട് ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ തയ്യാറാക്കി മുന്നോട്ട് പോകാൻ കരുത്തുള്ളവരും എന്നാൽ കാലാകാലങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ ജീവിതം ബലികൊടുക്കപ്പെട്ടവരുമായിട്ടുള്ള ഉന്നത നേതാക്കന്മാർക്ക് അവിടെ മത്സരിക്കാൻ കഴിയും. ഞാൻ നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നോട്ടെന്ത്രത്തിന്റെ പേരിൽ, ലഡുവിന്റെ പേരിൽ, ബഡ്ജറ്റിന്റെ പേരിൽ, കോഴിയുടെ പേരിൽ, ബാറ്ററി ഇടപാടിന്റെ പേരിൽ, ബാർക്കോഴിയുടെ പേരിൽ കേരളത്തിൽ വിചാരണ നടന്ന സംഭവങ്ങൾ കള്ള എന്ന് വിളിച്ചുകൊണ്ട് തെരുവുകളിൽ വിചാരണ നേരിട്ടപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ അപമാനിച്ചിട്ടില്ല, ഞങ്ങൾ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ, എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിന്റെ പാപഭാരം കോട്ടയം ജില്ലയിലല്ല ഞങ്ങൾക്ക് തിരിച്ചടിച്ചത്. KM മാണി എന്ന് പറയുന്ന നേതാവ് കൃത്യസമയത്ത് രാജിവെക്കാത്തതിന്റെ പ്രതിഫലനം അഴിമതിയുടെ കൂടാരമാണ് UDF എന്ന രീതിയിൽ വരികയും അത് കോട്ടയം ജില്ലയ്ക്ക് പുറത്ത് മറ്റു പല ബാധിച്ചു. മാൻഡ്രേക്കാണ് കേരള കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസ്സുകാരനാണ്. അത്തരത്തിൽ രാജിക്കത്ത് പോയ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാണിസാറിനെ മാത്രം അങ്ങനെ സുരേന്ദ്ര ബാബു തീർച്ചയായും കള്ളനാക്കിക്കൊണ്ട് എത്ര തവണ ചർച്ച ചെയ്തിട്ടുണ്ട്, എത്ര പ്രകടനം നടന്നു കേരളത്തിൽ, എത്രയോ തീപ്പന്തങ്ങൾ. അന്നൊക്കെ ഞങ്ങൾ അദ്ദേഹത്തെ കള്ളാന്ന് ഞങ്ങൾ വിളിച്ചിട്ടില്ല. വിളിച്ചവർ ഇനി തിരുത്തി പറയേണ്ടി വരുന്നുള്ള സഹതാപമേ ഞങ്ങൾക്കുള്ളൂ. തീർച്ചയായും ഇത് മറ്റൊരു തരത്തിൽ
ഒരു പ്രത്യാഘാതമായി അരാഷ്ട്രീയവാദികളുടെ കൈകളിലേക്ക് എത്താം. അത്രയേറെ പോകേണ്ട കാര്യം ഈ പ്രാദേശിക പ്രശ്നത്തിനുണ്ടോ? അതിന്റെ രാഷ്ട്രീയ മാനം എന്തൊക്കെയാണ്? ഷഫീറും കേരള കോൺഗ്രസിന്റെ നേതാവും തമ്മിലുള്ള നടത്തിയ ചർച്ച ഭൂതകാലത്തിന്റെ മുഴുവൻ വിഴുപ്പും അലക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മറുപടി പറയണ്ടേ? യഥാർത്ഥത്തിൽ UDF എന്ന മുന്നണിയുടെ ഒരു ദരിദ്രമായ ജീർണ മുഖം എത്ര ആഴത്തിലുള്ളതാണ്. അത് നന്നായി അവർ പരസ്പരം സംസാരിച്ചാൽ ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ പരിഹരിക്കുമെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെയുള്ള ആളുകളാണ് വീണ്ടും യോജിക്കുന്നത് എന്നതുകൂടി കാണുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് എന്ത് തമാശയായിരിക്കും. കോൺഗ്രസ് യോജിപ്പില്ല എന്ന് പറയരുത്, അവരാരുമായിട്ട് യോജിക്കും. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. സത്യത്തിൽ ഈ സംഭവം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം മാണി സാർ പറഞ്ഞു അത് ജില്ലാ തലത്തിലുള്ളൊരു ജില്ലാ പഞ്ചായത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്, അതിന് കവിഞ്ഞ ഒരു സാഹചര്യം, ഒരു പ്രാധാന്യം അതിന് കൊടുക്കേണ്ട, ലോക്കൽ ബോഡിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളിലൊന്ന്. അതുപോലെ മോൻസ് ജോസഫ് എന്താ പറഞ്ഞത്, അതും ജില്ലാ നിലവാരത്തിലുള്ള ഒരു കാര്യമാണ്. അല്ല, അതുകൊണ്ടായിരിക്കാം കമ്മിറ്റികളിലൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ഇത് രണ്ടും അവരുടെ നല്ല നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ മുരളീധരനും ഉണ്ടായിരുന്നുകൂടെ, സാക്ഷാൽ ഉമ്മൻചാണ്ടിക്കും ഉണ്ടായിരുന്നുകൂടെ, ഹസനും ഉണ്ടായിരുന്നുകൂടെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്കാണ് പ്രശ്നമുണ്ടായത്. വളരെ കേരള കോൺഗ്രസ് തന്നെ പറയുന്നു ഇത് ലോക്കൽ ബോഡിയിൽ നടന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ്, അതിന് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഒരു ബെയറിംഗ് ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസ്സുകാർക്ക് എന്താ ഇത്ര ദണ്ണം? നേരത്തെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ കാര്യമാണത്. കാരണം കോൺഗ്രസ്സുകാർക്ക് അറിയാം അവർ ഡ്രഞ്ച് ആയ ഒരു പാർട്ടിയാണ്. ശരിക്കും അടിപഴുത്ത ദ്രവിച്ച ഒരു വടവൃക്ഷമാണത്, ഏത് നിമിഷവും വീഴാം. അങ്ങനെ വീഴുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവർക്ക് കൂടെ നിൽക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകില്ല. ഇവരെന്താ വിചാരിച്ചത്? മാണിയുടെ കാര്യത്തിൽ ഇവരെടുത്ത നിലപാട് സത്യത്തില് മാണിയെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ശരിക്കും നക്കി കൊല്ലുകയായിരുന്നല്ലോ. അദ്ദേഹത്തിനെ കേസിൽപ്പെടുത്തിയത് ആരായിരുന്നു? ശരിക്കും അല്ല, നിങ്ങളുടെ നേതാവ് തന്നെയല്ലേ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല. അദ്ദേഹമല്ലേ അസംബ്ലിയിൽ ആദ്യമായി പറഞ്ഞ FIR-ലെ ഒന്നാമത്തെ പേരുകാരൻ മാണി, KM മാണി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കാര്യങ്ങൾ നീക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകുമെന്ന സംശയം വന്നപ്പോൾ 50 വർഷം പഴക്കമുള്ള തലമുതിർന്ന അവരുടെ തന്നെ നേതാവിനെ എത്ര അപമാനിച്ചാണ് അവർ നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. ഒന്ന്. മറ്റൊന്ന്, തിരിച്ച് ഏതെങ്കിലും സാഹചര്യത്തിന് അത്രമാത്രം നഗ്നവും നിർലജ്ജവുമായ പ്രതികരണമൊന്നും മാണി കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിട്ടില്ല ഇവർക്ക്. ഇപ്പൊ നാം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ്സുകാർ ഇത്രമാത്രം ശക്തമായി അനിശ്ചയത്തിലേക്കോ അലങ്കോലത്തിലേക്കോ പോകുന്നു എങ്കിൽ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ മാതിരി അതിന്റെ ത്രെട്ട് അവർ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ശ്രീ KJ ദേവസ്യ, അവസാനമായി വളരെ ചുരുക്കി താങ്കൾ പറയണം. അതായത് ഞങ്ങൾക്ക് പാലായിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ മത്സരിക്കാനാകുമെന്നേ പറഞ്ഞിട്ടുള്ളൂ, ജയിക്കാനാകുമെന്ന് ഷഫീർ കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരം കൂടെ കിടന്നവർക്കേ രാപ്പനി അറിയൂ എന്ന ഒരു പഴഞ്ചൊല്ലി ഞാൻ ഉപയോഗിക്കുന്നു. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിഴുപ്പലക്കലായി എത്തുമ്പോൾ കോട്ടയത്തിന്റെ പശ്ചാത്തലത്തിൽ അവസാനമായി കോൺഗ്രസിനോട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് പറയാനുള്ളത് എന്ത്? ചുരുക്കി 10 സെക്കൻഡിൽ പ്ലീസ്. കോൺഗ്രസിന് 140 നിയോജക മണ്ഡലങ്ങളിലും ഇവിടെ മത്സരിക്കാനുള്ള അവകാശമുണ്ട്. തീർച്ചയായിട്ടും ആ അവകാശം അവർ വിനിയോഗിക്കണം. ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ആ മത്സരിക്കുകയും അതിൻ്റെ റിസൾട്ട് അവർ തന്നെ സ്വീകരിക്കുകയും ചെയ്യണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ, കേരള കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിച്ചു, കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിച്ചു, മുസ്ലിം ലീഗ് എത്ര സീറ്റിൽ മത്സരിച്ചു. ഇനിയും അത് നോക്കി അനുഭവം നൽകിയിരിക്കുന്ന പാഠം മനസ്സിലാക്കാൻ കഴിയാത്ത കോൺഗ്രസ്സുകാർ ആ കോൺഗ്രസിന്റെ പ്രതിനിധികളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് മത്സരിക്കണം, മത്സര ബുദ്ധിയാണ്. തീർച്ചയായും ശ്രീ സെബാസ്റ്റ്യൻ പോൾ വളരെ ചുരുക്കി, അതായത് ഈ രാഷ്ട്രീയ മാനങ്ങൾ കേരളത്തിന് നൽകുന്ന എന്ത് ദിശയാണ്? പ്രാദേശികമാണോ സംസ്ഥാന തലമാണോ? ആർക്കൊക്കെയാണ് ഇത് ഭയപ്പെടുത്തലുകൾ ഉണ്ടാക്കുന്നത്? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചെറുതായി ഒന്ന് രാഷ്ട്രീയ വിശകലനം ചെയ്യാമോ വളരെ ചുരുങ്ങിയ സെക്കൻഡിൽ? അതല്ല, ഈ മലപ്പുറത്തിന് ശേഷം ഒരു വലിയൊരു ഒരു വർദ്ധിത വീര്യത്തോടെയാണ് UDF-ന്റെ വരവ്. പക്ഷേ അവരുടെ വരവ് അത് രാഷ്ട്രീയമായ അടിത്തറ നഷ്ടപ്പെട്ട ഒരു മുന്നണിയായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്ന് ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഈ പ്രതികരണം. ഏതോ ഒരു പഞ്ചായത്തിൽ സംഭവിച്ച കാര്യം
അത് തീർത്തും പ്രാദേശികമാണ് എന്ന് കെ എം മാണി തന്നെ പറഞ്ഞതിന് ശേഷവും ഇത്ര രൂക്ഷമായ പ്രതികരണം മാണിക്കെതിരെ ഉണ്ടാകുന്നത് അത് സൂചിപ്പിക്കുന്നത് അത്രമാത്രം, ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു, അത്രമാത്രം ഒരു പരിഭ്രാന്തി UDF-ൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ തീർച്ചയായും രാഷ്ട്രീയമായ പ്രതിപക്ഷത്തോടുള്ള സമയപരിമിതി, തെറ്റായ പ്രായത്തിലെടുത്ത തെറ്റായ തീരുമാനത്തിന് സമയപരിമിതി, അതായത് രാഷ്ട്രീയ കടമയ്ക്കപ്പുറം LDF അതിന്റെ പ്രതിപക്ഷ ദൗത്യത്തെ ഭിന്നിപ്പിനെ ഉപയോഗിക്കാനല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ കോൺഗ്രസ് എന്തിന് ഇത്രയേറെ ഭയപ്പെടണം എന്നതാണ് ഈ കോട്ടയത്തെ പ്രാദേശിക പ്രശ്നം ഇങ്ങനെ രൂപപ്പെടുമ്പോൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.